നമ്മളൊരു മാക്രമേ പ്രോഡക്റ്റ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയാണ്. നമുക്ക് മാർക്കറ്റിൽ ചീപ്പർ ആയിട്ടുള്ള ത്രെഡും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ പ്രീമിയം കോഡ്സും അവൈലബിൾ ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലും പെടുന്ന കാറ്റഗറീസിലുള്ള കോഡ്സും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് യൂസ് ചെയ്യുന്നത് ചീപ്പർ ആയിട്ടുള്ള പ്രൈസ് കുറഞ്ഞ രീതിയിലുള്ള കോഡ്സ് വെച്ചിട്ടാണ് നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടിന് ഡെഫിനറ്റ് ആയിട്ടും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ചീപ്പർ ക്വാളിറ്റി ആവുന്ന സമയത്ത് ഒന്നതിൻ്റെ ഡ്യൂറബിലിറ്റിനെയും ബാധിക്കും, അതുപോലെ തന്നെ നോട്ട്സിലൊക്കെ നമുക്ക് കുറച്ച് പെർഫെക്ഷനും കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുമില്ലെങ്കിൽ ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു പ്രീമിയം ക്വാളിറ്റി ടൈപ്പിലുള്ള കോഡ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന നോട്ട്സിൻ്റെ പെർഫെക്ഷനാണ്. നമ്മൾ ഓരോ ആളുകളിലും നോട്ട് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. ഓരോ ആളുകളുടെയും ടൈറ്റും ലൂസും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്ന സമയത്ത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ലൂസായിട്ടാണ് നോട്ട് കെട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ടൈറ്റ് ആയിട്ടാണ് കെട്ടുന്നുണ്ടെങ്കിൽ അതിന് കാണാനുള്ള ഭംഗി അത് ബാധിക്കും. അപ്പോൾ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മേജറായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് നോട്ട്സിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത്.